ഇല്ല പഠനമുണ്ട്. ഒരു ലാഗ് ഒന്നുമില്ല, പക്ക എന്റർടൈനർ ആണ്. ഒരു മട്ടാഞ്ചേരി ഫോർട്ട് വെച്ച് സ്റ്റൈൽ ഫിലിമാണ്. മഞ്ഞുമൽ ബോയ്സിൽ ഇറ്റേപോലെ ഇറ്റാൻ സാധ്യതയുണ്ട്. പടം ഫസ്റ്റ് ഹാഫിൽ അടിപൊളിയാണ്. റോഷൻ വന്നിട്ടുണ്ട്, പിള്ളേർ തന്നെ അഭിനയിച്ചിട്ടുണ്ട്, മറ്റേ അർജുന അശോകൻ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ട് കോമഡി ആക്ഷൻ എല്ലാം ഉണ്ട്. പക്ക എന്റർടൈനർ, ഒട്ടും ലാഗില്ല. ഒരു ക്രിക്കറ്റ് മാച്ച് കാണുന്ന പോലെയാണ്. പഴയ ഡബ്ല്യു സ്റ്റൈലേക്ക് കാണിക്കുന്ന പടം സൂപ്പർ ഹിറ്റാണ്. ഈ അർജുന അർജുന കോമഡി ആക്ഷൻ എല്ലാം ചെയ്യുന്നുണ്ട്. റോഷൻ ഇന്റർവ്യൂവിൽ നല്ലൊരു പഞ്ചോടെയാണ് ഇന്റർവ്യൂ നടക്കുന്നത്. പടം ഒരു ലാഗും ഇല്ല. ഇന്നത്തെ യൂത്തിന് പറ്റിയ ഫിലിമാണ്. 2K പിള്ളേർക്ക് പറ്റിയ പടമാണ്. പടം ഹിറ്റാണ് ഉറപ്പാണ്. മഞ്ഞുമൽ ബോയ്സ് പോലെ ഹിറ്റാവും. 100 കോടി ക്ലബ് കയറും. അല്ല കയറും, ഗോളിൽ കയറും. കാരണം അങ്ങനത്തെ അപ്പീൽ, മാസ് അപ്പീലുള്ള പടമാണ്. ഇങ്ങനത്തെ പടങ്ങൾ ഈ കാലത്തിന് പറ്റിയ പടമാണ്. റെസ്ലിംഗ് ബേസ് ചെയ്താണ്. എല്ലാം നല്ല എന്റർടൈനറാണ്. കാരണം ആക്ഷൻ മാത്രമല്ല, അത് കൂടുതൽ കുറച്ച് കോമഡി ഉണ്ട്. ഒരു പക്ക മട്ടാഞ്ചേരി ഫിലിമാണ്. എല്ലാം അടിപൊളിയാണ്. അതിലൊരു തമാശയുണ്ട്, ഒപ്പം നല്ല ആക്ഷനും ഉണ്ട്. ഇതുവരെ ഒരു ലാഗ് ഒന്നുമില്ല. സൂപ്പർ ഹിറ്റ് ആവേണ്ട പടമാണ്. നല്ല രസമുള്ള പടമാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക. നിങ്ങൾ ഒരിക്കലും ഇത് OTT വേണ്ടി കാത്തിരിക്കാതെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ സിനിമ കാണുക. ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അർജുന അശോകനൊക്കെ വേറെ ലെവലാണ്. ഇന്ന് വരെ അർജുന അശോകന്റെ കരിയറിൽ ഇങ്ങനെ സിനിമ ചെയ്തിട്ടില്ല. റോഷൻ, അതുപോലെ വിശാഖ്, ഇഷാൻ എന്നൊക്കെ പറഞ്ഞ കിട്ടില്ല മേക്കിംഗ് ആണ്. അവരുടെ കരിയറിൽ കിട്ടിയിട്ടില്ല ഇങ്ങനെ സിനിമ. അതായത് എനിക്ക് റോഷനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഒരു ഇന്റർനാഷണൽ ലുക്കുള്ള ഒരു നടനാണ് റോഷൻ. വിനായകനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ലുക്കുള്ള ഒരു നടനാണ്. വിശാഖൊക്കെ എന്തായാലും അവരുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് ഇന്ന് മാറും. ഇനി വലിയ വലിയ സിനിമകൾ അവർക്ക് ഇനി അവസരങ്ങൾ ഇനി ഉണ്ടാവും. എന്തായാലും ഇത് ഹിറ്റ് സിനിമയാണ്. മലയാള സിനിമയിൽ കാണാത്ത രീതിയിലുള്ള സ്റ്റണ്ട് ഒക്കെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത സ്റ്റണ്ടാണ്. ഇനി സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞില്ലേ കിഡിലാണ്. എന്തായാലും പടം ഇത് ഹിറ്റാണ്. നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട. പടം നിങ്ങൾ തിയേറ്ററിൽ കാണുക. ഇത് പൂർണ്ണ കൊച്ചി സിനിമ തന്നെയാണ്. അതായത് ബിലാൽ പോലെ, നമ്മുടെ ബ്ലാക്ക് പോലെ, അങ്ങനെ വരുന്ന ഷൺമുഖം പോലെയൊക്കെ ഉള്ള ഒരു പൂർണ്ണ കൊച്ചി സിനിമ തന്നെയാണ്. തിയേറ്റർ തന്നെ മിസ് ചെയ്യാതെ. അഭിപ്രായമാണ്. എന്താണ് കൊച്ചി കളർ പടം, വൈബ് പടം. ഞാൻ പക്കം മറ്റേ ന്യൂ ജനറേഷന് മാത്രം പറ്റിയ പടം വിചാരിച്ചേ. ഒക്കെ ഫാമിലി പടം, ഗംഭീര രസമായിട്ട്. മറ്റേ ഡയറക്ടർ ഫസ്റ്റ് പടം തോന്നില്ല. നമ്മൾ അണ്ടർടേക്കറേയും റൈം സ്റ്റീരിനെയും റോക്കിനെ കണ്ടു വന്നുള്ള ആൾക്കാരല്ലേ. നമ്മളാ അതിലേക്ക് പഴയ മെമ്മറിയിലേക്ക് പോയി. റൈം സ്റ്റീരിയുടെ ചാട്ടക്കില്ലേ, ഗംഭീരായിട്ട്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ അല്ല, കോറിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ. ഞാൻ വല്ലാണ്ട് അടി പടാന്ന് വിചാരിച്ചേ. കട്ട ലോക്കൽ അടിപടല്ലേ. ഇത് അങ്ങനത്തെ ഒരു പടം. ഭയങ്കര ഇന്റർനാഷണൽ മലയാള സിനിമ അല്ലേ, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇന്റർനാഷണൽ ലെവലിലേക്ക് പോയി എന്നുള്ളത് തോന്നലാണ്. BGM വിഷ്വലൊക്കെ ഭയങ്കര ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള. അതേ പറഞ്ഞ ഡയറക്ടർ ഫസ്റ്റ് പടം നമുക്ക് ഒരിക്കലും തോന്നില്ല. ആക്ഷൻ ഒക്കെ ഉണ്ട്. ആക്ഷൻ സൂപ്പറായിട്ട്, BGM സൂപ്പറായിട്ട്, എല്ലാവരും അഭിനയം സൂപ്പറായിട്ട്. നമ്മളാരും ഒട്ടും ബോറടിപ്പിക്കുന്നില്ല പടം. ആണ് ഇതിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ നല്ലൊരു ടെക്നിക്കലി അടിപൊളി കേട്ടോ. എന്ന് വെച്ചാൽ നല്ലൊരു എഫേർട്ട് എടുത്താൽ ചെയ്തിരിക്കുന്ന പടം. അർജുന അശോകനൊക്കെ നല്ല റെസ്ലിംഗ് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. നമുക്ക് പടം കണ്ടാൽ അറിയാം അവർ നല്ലപോലെ കഷ്ടപ്പെട്ടാണ് പടം എടുത്തിരിക്കുന്നത്. നല്ല ടെക്നിക്കലി പടി അടിപൊളി. നമ്മുടെ ചോട്ടാകുമ്പോഴൊരു ഓളം, മട്ടാഞ്ചേരി ഓളം കാണുന്നു കേട്ടോ. ഓക്കെ.